വളരെ അധികം താങ്ക്സ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തി. അദ്ദേഹത്തിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം ഈ പിക്ചർ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. കാരണം റിപ്പീറ്റ് ട്രെയിലർ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 30 വർഷമായി സിനിമയിൽ വന്നിട്ട് ഒരുപാട് ലോഞ്ചിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് റിപ്പീറ്റ് ട്രെയിലർ കാണണമെന്ന് പറയുന്നത്. മോഹിനിയാട്ടം റിപ്പീറ്റ് കാണണമെന്ന് പറഞ്ഞ് വന്ന പോലെ. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളും സൂപ്പർ ഹിറ്റായിട്ട് വരട്ടെ. ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരത്തില്ല. അടിപൊളി അടിപൊളി. ഒരു ഡയലോഗ് കൂടെ പറഞ്ഞായിരുന്നല്ലോ. പ്ലീസ് 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 പ്ലീസ്. യെസ്. ഔ പിടിച്ചു വിട്ടിരുന്നൊരു ഇഞ്ച് മാറുന്നിട്ടാ. ഇവിടെ ഇന്ന് വരാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. കാരണം ഒരു ഷൂട്ടില് ഇടയിൽ ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുന്ന ഇവിടെ കോട്ടക്കല് ഇന്നിവിടെ എത്താൻ പറ്റിയതിൽ ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നത്. കുറെ പേര് കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗൈ. അവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ശിവ പറഞ്ഞ പോലെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ലൈവായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹ്യൂമർ ആൻഡ് ആ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ ഓക്കെ അടിപൊളിയാണ്. ഈ സബ്ജക്റ്റിലുള്ളൊരു എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ തന്നെ നോക്കി പറയാൻ പാടില്ലല്ലോ. ഈ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്കുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലത്. ഇതിൽ എൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങളും എൻ്റെ ഫ്രണ്ട് സർക്കിളും എൻ്റെ വൈബും വെച്ചിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ മൂവിയിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരാളുണ്ട്. ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ചിട്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ മൂവിനെ കുറിച്ചിട്ട് ഫസ്റ്റ് വരുന്നത് മ്യൂസിക് സൈഡാണ്. ആർട്ടിസ്റ്റുകളോടൊക്കെ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് വരുന്നത് മ്യൂസിക് സൈഡാണ്. അപ്പോൾ അത്രയും വലിയൊരു കലാകാരൻ വന്നിട്ട് ഈ സബ്ജക്റ്റിൽ ഞാൻ ചെറുതായിട്ട് ത്രെഡ് പറഞ്ഞു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു കേൾക്കാം. ഞാൻ ഇൻസ്റ്റ വഴിയാണ് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കേട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് ഫോണിൽ കൂടി കേട്ടു. ആള് എന്നോട് പറഞ്ഞു കേട്ട് നോക്കാം, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്കൊന്ന് ഇരിക്കാം എന്ന് പറഞ്ഞു. സബ്ജക്റ്റ് കേട്ട് പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞു. ആളാണ് ഫസ്റ്റ് ഈ പരിപാടി എനിക്ക് മോട്ടീവ്. അപ്പോൾ ആളെ ഞാൻ വിളിക്കുന്നുണ്ട്. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന ഒരു പടത്തിൽ ഒരു ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചത് വിഷ്ണു ബ്രോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ത്രില്ലായിരുന്നു ഭയങ്കരമായിട്ട്. ഇതിലൊരു പാർട്ടാവാൻ കഴിയുന്നതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. തമാശ പടം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളായി മനുഷ്യൻ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഡയറക്ടറോടും അതിന്റെ സ്ക്രിപ്റ്റ് അല്ലേ പുള്ളി തന്നെയാണല്ല. അപ്പൊ അങ്ങനെ എല്ലാവരോടും എനിക്ക് ഭയങ്കര സന്തോഷം. ഈ പിള്ളേരുടെ കൂടെ ഇവരൊക്കെ ഒന്ന് നയിക്കാൻ ഒരാള് എന്നുള്ള രീതിയിൽ തന്നെ ഞാനും മുന്നോട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ, ആക്ച്വലി ഈ ഒരു മൂവിയുടെ ഭാഗമാകാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എത്താനുള്ള കാരണം തന്നെ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ വിഷ്ണു ചേട്ടനാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ വേഗം നിഷാദിക്ക കൊണ്ടുവന്നു. എന്നിട്ട് ആക്ച്വലി സ്റ്റോറിയൊക്കെ പറഞ്ഞു. ഐ വാസ് റിയലി ഹാപ്പി. കാരണം ഇവിടെ ഓൾറെഡി ഈ 5 പേരുടെ കഥ, അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇവിടുത്തെ എല്ലാ ഗേൾസിനും അതേ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഈ സ്റ്റോറി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ വേറെ ടെൻഷനാണ്. വേറെ നമ്മൾ വലിയ സ്വപ്നോട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രീമിൽ നിങ്ങളും പങ്കാളി വലിയൊരു സന്തോഷം. ഇക്കാന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓഡീഷന് പോകുമ്പോൾ ഇക്കനോട് പറയും, ചേർത്ത് വിളിച്ചിട്ട് പറയും, ഇനി നീ ഓഡീഷന് പോകണ്ട, വേറെ ഒന്നല്ല നിന്റെ കൂടെ ഞാനുണ്ട്. അപ്പം ഞാൻ പറയും ഇക്കാരുടെ കൂടെ ഞാനുണ്ട്. എന്തിനും വേറെ ഒന്നല്ല, അത്ര ഓട്ടം ഓടിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. സന്തോഷം. ഇതുപോലെ തന്നെ നിഷാദ് പറവൂര് കെയർ ബേക്കറിയിൽ വന്നാണ് ഇവർ കുറേ പേരുണ്ടായിരുന്നു. എന്നോട് കഥ പറഞ്ഞു. വെയിറ്റർ വരെ അവിടെ നിന്നിട്ട് കേട്ട് ചിരിച്ചൊന്നും പോകണ്ടായിരുന്നു. അപ്പോൾ അത്രയും അഭിനയിച്ചാണ് പറഞ്ഞത് പുള്ളി, അത്രയും കഥകളൊക്കെ. അപ്പോൾ ഭയങ്കര നല്ല സ്റ്റോറിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാലോ, ഒരു ക്ലിങ്ങോ പ്ലിങ്ങോ സൗണ്ട്സ് ഉള്ള തത്തയെന്നാണ്. ഒരുപാട് നാളായി മിമിക്രി വേദിയിലെങ്കിലും അതിലൂടെയാണ് പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ കേശവമാവൻ്റെ ഒരുപാട് പാരടിപ്പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അധ്യാപക വേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അന്നത് നടന്നില്ല. അപ്പോൾ അത് ഈ ഒരു പടത്തിലൂടെ അത് സാധ്യമാകുകയാണ്. ഒരു പ്രിൻസിപ്പാളിൻ്റെ വേഷമായിട്ടാണ്. മറ്റുള്ള സംഭവങ്ങളൊന്നും പറയുന്നില്ല. നല്ലൊരു ക്യാരക്ടർ കിട്ടി. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയണം നിഷാദ്. സ്വരസുന്ദരാജിത നീലകളെ വിക്രീഡിത ശോഷിത സുനിത അഷ്ടസ്ത്രിത പ്രിദന്തം ദുഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞു പ്ലിഞ്ഞു സൗണ്ട്സ് ഉള്ള തത്തേ തത്തമ്മേ തത്തക്കുട്ടി. താങ്ക് യു സോ മച്ച്. Thank you. Make some noise, ladies and gentlemen. നല്ലൊരു കയ്യടി കൊടുത്തേ. All right, now we have Mr. Surya Krish here. നമ്മുടെ പൊങ്കാല മൂവിയിലൂടെ നമ്മുടെ എല്ലാവരും